എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വിഘ്നേശ്വര അക്കാഡമിയിലെ ടാലി പഠിപ്പിക്കാനായിട്ട് ഞാൻ തുടങ്ങിയിരിക്കുന്ന ഒരു വിഘ്നേശ്വര അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടാലി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. ടാലി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ് ടാലി സോഫ്റ്റ്വെയർ. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ സാധാരണക്കാർക്ക് വരെ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന സോഫ്റ്റ്വെയർ ആണ്. വേൾഡ് വൈഡ് യൂസ്ഡ് സോഫ്റ്റ്വെയർ ആണ് ടാലി. ഞാൻ തന്നെ വേറെ പല അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളും ആയിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സോഫ്റ്റ്വെയർ ആണ് ടാലി. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സിംപ്ലിസിറ്റിയാണ് അതിൻ്റെ കാരണം. ഇന്ന് മിക്ക ബിസിനസ് എൻറ്റിറ്റികളിലും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ടാലി. ഈ ടാലിയെക്കുറിച്ച് എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. എല്ലാവർക്കും ഈ സോഫ്റ്റ്വെയർ ട്രെയിനിങ്ങിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമ്മൾ ടാലി ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ടാലിയുടെ ഐക്കൺ ഡെസ്ക്ടോപ്പിൽ കിടക്കുന്നുണ്ടാവും. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് സ്ക്രീൻ വരും. അതിൽ ലൈസൻസ് ഉള്ളവർക്ക് ഇതിൽ ആക്ടിവേറ്റ് ലൈസൻസ്, റീആക്ടിവേറ്റ് ഇതൊക്കെ കൊടുക്കാം. നമുക്കിപ്പോൾ എഡ്യൂക്കേഷൻ പർപ്പസ് ആയതുകൊണ്ട് വർക്ക് ഇൻ എഡ്യൂക്കേഷൻ മോഡ് എൻ്റർ അടിച്ചാൽ മതി. അതിൽ ഈ കമ്പനി ഇൻഫോർമേഷൻ എന്ന് പറയുന്ന ഒരു സ്ക്രീൻ വരും. അതിലുള്ള ഓപ്ഷൻ സെലക്ട് കമ്പനി, ലോഗിൻ ആസ് റിമോട്ട് യൂസർ, ക്രിയേറ്റ് കമ്പനി, ബാക്കപ്പ്, റീസ്റ്റോർ, ക്വിറ്റ്, ഇങ്ങനെയുള്ള ഇത്രയും ഓപ്ഷൻസാണ് കാണുന്നത്. സെലക്ട് കമ്പനി കൊടുക്കുന്നത് നമ്മൾ കമ്പനി ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെടുക്കാനാണ് സെലക്ട് കമ്പനി കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ കമ്പനി ഒന്നും ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ട് ഇവിടെ കമ്പനി ഒന്നും കാണുന്നില്ല. അപ്പോൾ ക്രിയേറ്റ് കമ്പനിയാണ് നമ്മൾ ആദ്യമായിട്ട് കൊടുക്കേണ്ടത്. ക്രിയേറ്റ് കമ്പനി എടുക്കുക, എൻ്റർ അടിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ വരും, കമ്പനി ക്രിയേഷൻ സ്ക്രീൻ. അതിൽ ഡയറക്ടറി എന്ന് പറയുന്നത് പാത്ത് കാണിക്കും. എവിടെയാണ് നമ്മുടെ ടാലിയുടെ ഡാറ്റ സേവ് ചെയ്യുന്നതെന്നുള്ള പാത്താണ് ഈ ഡയറക്ടറി എന്നുള്ളത് കാണിക്കുന്നത്. ഡീഫോൾട്ടായിട്ട് വരുന്ന പാത്താണിത്. ഇത് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ എളുപ്പത്തിന് വേണ്ടി ടാലിയുടെ ഡാറ്റ എവിടെയാണ് കിടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഇത് വേണമെങ്കിൽ നമുക്ക് ഡിയോ ഇയോ വേറെ ഏതെങ്കിലും ഡ്രൈവ് ആക്കി കൊടുക്കാം. അപ്പോൾ തൽക്കാലം ഇത് തന്നെ കിടക്കട്ടെ, പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി. നെയിം, ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കമ്പനിയുടെ പേര് കൊടുക്കുക. അത് പേര് വേണമെങ്കിൽ കൊടുക്കുക. അപ്പോൾ ഞാൻ തൽക്കാലം ABC കമ്പനി എന്നുള്ള പേരാണ് കൊടുക്കുന്നത്. മെയിലിംഗ് അഡ്രസ്സ്, ഇവിടെ കമ്പനിയുടെ അഡ്രസ്സ് കൊടുക്കുക. അത് നമുക്ക് ഇഷ്ടമുള്ള അഡ്രസ്സ് ഏതെങ്കിലും കൊടുക്കുക. ഇങ്ങനെ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക. കൺട്രി ഇന്ത്യ, സ്റ്റേറ്റ് കേരള എന്ന് അടിച്ചാൽ മതി. പിൻകോഡ് നമ്മൾ പിൻകോഡ് കൊടുക്കുക. നിങ്ങളുടെ പിൻകോഡ് ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. പിന്നെ കമ്പനിയുടെ ഫോൺ നമ്പർ, മൊബൈൽ നമ്പർ, ഇതൊന്നും ഞാനിപ്പോൾ കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയുന്നത് മാത്രം. ഫോൺ നമ്പർ, മൊബൈൽ നമ്പർ, കമ്പനിയുടെ ഫാക്സ് നമ്പർ, ഇമെയിൽ, വെബ്സൈറ്റ് എല്ലാം കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ബേസ് താഴെ ഫൈനാൻഷ്യൽ ഇയർ ബിഗിൻസ് ഫ്രം, ഇനി ബുക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇയർ ഡീറ്റെയിൽസ്, അത് നമുക്ക് ഇഷ്ടമുള്ള പീരീഡ്, നമുക്ക് ഏത് പീരീഡിലാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുക്കാം. എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, അക്കൗണ്ടിങ് ഇയർ തുടങ്ങുന്നത് ഏപ്രിലാണ്. 1/4/2000 തൊട്ട് മാർച്ച് വരെയാണ് ഒരു അക്കൗണ്ടിങ് ഇയർ പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കറണ്ട് ഫിനാൻഷ്യൽ ഇയർ തന്നെ കൊടുക്കാം. ഇപ്പോൾ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ 1/4/2020 ആണ്. ബുക്സ് ബിഗിനിങ് ഫ്രം അത് തന്നെയാണ് കൊടുക്കേണ്ടത്. ടാലി വോൾട്ട് പാസ്വേഡ്, ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കമ്പനിയുടെ ഡീറ്റെയിൽസ് മറ്റാരും കാണാണ്ടിരിക്കാൻ വേണ്ടി ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ കൊടുക്കാം. ഇപ്പോൾ തൽക്കാലം ഞാൻ കൊടുക്കുന്നില്ല. ഇത് യൂസ് സെക്യൂരിറ്റി കണ്ടത് നമുക്കിപ്പോൾ ആവശ്യമില്ല. അത് ഡാറ്റ എടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ്. ഇവിടെ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരും. ബേസ്, കറൻസി, സിമ്പിൾ, ഫോർമൽ, നെയിം, സഫിക്സ്, ഇതെല്ലാം ഓട്ടോമാറ്റിക് വരുന്നതാണ്. ഇവിടെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെല്ലാം എൻ്റർ അടിച്ച് ആക്സെപ്റ്റ്, യെസ് എൻ്റർ അടിക്കുക. അപ്പോൾ കമ്പനി ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കാണിക്കും ലെഫ്റ്റ് സൈഡിൽ ABC കമ്പനി. നമ്മൾ വൗച്ചറൊന്നും എൻ്റർ ചെയ്യാത്തതുകൊണ്ടാണ് നോ വൗച്ചേഴ്സ് എൻ്റേഡ് എന്ന് കാണിക്കുന്നത്. കറണ്ട് പീരീഡ്, നമ്മൾ കൊടുത്തേക്കണ പീരീഡ് ഇവിടെ കാണിക്കും. നമ്മൾ ആ ബുക്സ് ബിഗിൻ ഫ്രം എന്ന് പറഞ്ഞ് കൊടുത്ത പീരീഡില്ലേ, അതിവിടെ കാണിക്കും. ഫിനാൻഷ്യൽ ഇയർ ആണ് ഇവിടെ കാണിക്കുന്നത്. 1/4/2020 to 31/3/2021. ഇത് കമ്പനി എടുക്കുമ്പോൾ തന്നെ ഗേറ്റ് വേ ഓഫ് ടാലിയുടെ സ്റ്റാർട്ടപ്പ് സ്ക്രീനാണിത്. ടാലിയിലേക്കുള്ള ആദ്യ പടി എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇത് ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.